മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് ജനുവരി മാസം 31-ാം തീയതി കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഉജ്ജ്വലമായ ഒരു പരിപാടി SNDPയുടേതായിട്ടുള്ള ഹൈന്ദവ ജനതയുടേതായിട്ടുള്ള ഒരു സംഗമം വളരെ വളരെ ഊർജ്ജസ്വലമായും അച്ചടക്കത്തോടും കൂടി തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് നടക്കുകയുണ്ടായി. ലക്ഷക്കണക്കിന് ഈഴവ സമുദായത്തിൽപ്പെട്ട യുവാക്കളും കുടുംബാംഗങ്ങളും സ്ത്രീകളും എല്ലാം അതിൽ പങ്കെടുത്തു. അസാധാരണമായ ഒരു ഐക്യത്തിൻ്റെ സന്ദേശവും പ്രചരിപ്പിച്ചുകൊണ്ടാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകാനും നിർദ്ദേശിച്ച ഒരു വലിയ ആത്മീയ ആചാര്യൻ്റെ അവതാരമായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ 159-ാം ജന്മവാർഷികം കഴിഞ്ഞ് 160-ലേക്ക് കടക്കുന്ന ഈ കാലയളവിൽ ആ ആചാര്യനെ സാക്ഷി നിർത്തി ജ്ഞാനയോഗിയായ ശ്രീനാരായണ ഗുരുദേവനെ സാക്ഷി നിർത്തി കർമ്മയോഗിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെയും അതുപോലെ SNDP യൂണിയൻ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ നടന്ന ആ ഉജ്ജ്വലമായ സമ്മേളനവും സംഗമവും ഏതൊരു ഹിന്ദുവിനും ആത്മാഭിമാനം തോന്നുന്ന ഒന്നാണ്. അതൊരു സമുദായത്തിൻ്റെതാണെങ്കിൽ പോലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സമുദായമായിരുന്നു യഥാർത്ഥത്തിൽ ശ്രീനാരായണ പ്രസ്ഥാനവുമായിട്ട് നൂറ്റാണ്ടുകൾ മുമ്പോട്ട് പോയ SNDP പ്രസ്ഥാനം എന്നെനിക്ക് തോന്നുന്നു. ഒരു വലിയ വിഭാഗം ജനത ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറയുകയും മറ്റൊരു വിഭാഗം ഈഴവ സമൂഹം യുക്തിവാദികളും നിരീശ്വരവാദികളുമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലയളവിൽ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ഹിന്ദുവേ അല്ല എന്ന് ഒരു വിഷമവുമില്ലാതെ പ്രഖ്യാപിക്കാൻ അനേകായിരം സമുദായാംഗങ്ങൾ മുമ്പോട്ട് വന്ന കാലത്ത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആ സമുദായത്തെ മുഴുവനും ഭാരതീയ പൈതൃകത്തിൻ്റെയും ആചാര്യനും ഗുരുവും അവതാരവുമായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മീയ സന്ദേശങ്ങളും ഭൗതിക സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും അധികം മതപരിവർത്തനത്തിന് വിധേയമാകുന്ന സമുദായത്തെ നെറ്റിയിൽ കണിച്ചുകുളങ്ങര ഭഗവതിയുടെ കുങ്കുമപ്പൊട്ടും തൊട്ട് സമുദായത്തിനെ ഊർജ്ജസ്വലമാക്കിയ ആ വെള്ളാപ്പള്ളി നടേശൻ്റെയും അദ്ദേഹത്തിൻ്റെ അത്രയും ചൈതന്യവും ഊർജ്ജസ്വലവുമുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെയും എല്ലാം നേതൃത്വത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അച്ചടക്കത്തോടു കൂടി തിരുവനന്തപുരം ജനതയ്ക്ക് ഒരു വേദനയും വിഷമവും ഉണ്ടാക്കാതെ അടുക്കും ചിട്ടയോടും കൂടി ഒരു സമുദായം വന്ന് വിദ്യാഭ്യാസപരമായും ഭൂമിയുടെ കാര്യത്തിലും
വാണിജ്യ വ്യവസായങ്ങളിലും അതുപോലെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും അർഹതപ്പെട്ടതെല്ലാം നേടുമെന്ന് ഇടമില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ആ വലിയൊരു പ്രസംഗവും വലിയ ഒരു സമ്മേളനവും വലിയ ഒരു ഒത്തുചേരലും ആത്മീയതയും ഭൗതികതയും സാമ്പത്തികതയും രാഷ്ട്രീയതയും എല്ലാത്തിനെയും കോർത്തിണക്കി ഭാരതം എന്ന രാഷ്ട്രം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റേത് ഭരണമായാലും നേട്ടങ്ങൾ കൊയ്യലായാലും അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാരമായാലും എല്ലാം ന്യൂനപക്ഷങ്ങളുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാലയളവിൽ ഭൂരിപക്ഷം ജനതയുടെ ഒരു വിഭാഗം തങ്ങൾ അനുഭവിക്കുന്ന അടിച്ചമർത്തലിനും വേദനയ്ക്കുമെതിരെ ഈ ജനുവരി 31-ാം തീയതി നടത്തിയ ആ സമ്മേളനം എന്തുകൊണ്ടും ഉജ്ജ്വലവും ആത്മാഭിമാനപൂരിതവുമായിരുന്നു എന്ന് നിറഞ്ഞ ഹൃദയത്തോടുകൂടി ആശംസകൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുമ്പോഴും സ്മരിക്കുകയാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് NSSന്റെ പ്രതിനിധി സമ്മേളനം അതിഗംഭീരമായിട്ട് നടക്കുകയുണ്ടായി. അതിൽ ജി സുകുമാരൻ നായരുടെ നേതൃത്വത്തെ പത്രമാധ്യമങ്ങൾ മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു. അടുക്കും ചിട്ടയോടും കൂടി NSS ഒരു പുതിയ യുഗത്തിലേക്ക് കടന്ന അനുഭൂതി ഉണ്ടാക്കുന്ന വിധത്തിലായിരുന്നു സമ്മേളന നഗരവും ജനപ്രതിനിധികളും വളരെ വളരെ അച്ചടക്കത്തോടുകൂടി NSSന്റെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തത്. പണ്ട് നാരായണ പണിക്കർ NSSന് നേതൃത്വം നൽകുമ്പോൾ NSSനകത്തുള്ളവർ ഉൾപ്പെടെ അനവധി ഹൈന്ദവ ജനതയ്ക്ക് വേദന തോന്നിയിരുന്നത് ഒരു വലിയ സംഘടന തകർന്ന് ഒരു വ്യക്തിയുടെ മാത്രം അഭിലാഷങ്ങളോ അലസതയോ കാരണം അതങ്ങനെ നിലനിൽക്കുന്നതായിട്ട് ഒരു അനുഭവമായിരുന്നു ഒത്തിരി പേർക്ക് ഉണ്ടായിരുന്നത്. SNDPയിൽ ഇലക്ഷനും മറ്റ് കാര്യങ്ങളുമെല്ലാം കുറെ കൂടി ഡെമോക്രാറ്റിക്കായിട്ട് നിലനിൽക്കുമ്പോൾ SNDPയിൽ എതിർക്കാനും പ്രതിഷേധിക്കാനും എല്ലാം അകത്തും പുറത്തും സ്വാതന്ത്ര്യമുള്ളപ്പോൾ NSSൽ അതില്ല. കാരണം എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ ഒരു പൊതുപ്രസ്ഥാനം കമ്പനി ആക്ട് പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്നത് NSSന്റെ ബൈലോ ആണ്. വലുതായിട്ട് ആർക്കും എതിർക്കാനും സാധിക്കില്ല, പ്രതിരോധിക്കാനും സാധിക്കില്ല. അതിനെ ഏതെങ്കിലും വിധത്തിൽ ശക്തമായ വിമർശനത്തിലൂടെ മറ്റൊരു വഴിയിലേക്ക് നയിക്കുകയോ നയിക്കാതിരിക്കാനുമോ സാധിക്കില്ല. അങ്ങനെയായിരുന്നു നാരായണ പണിക്കരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന NSS. അത് കഴിഞ്ഞ് ജി സുകുമാരൻ നായരുടെ നേതൃത്വത്തിലേക്ക് NSS മാറിയപ്പോൾ അസാധാരണമായ മാറ്റം സംഭവിച്ചു. സംഘടനയ്ക്ക് വളരെയേറെ ചൈതന്യം പകർന്നു. നേരത്തെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞതുപോലെ നെറ്റിയിൽ കുങ്കുമവും ചന്ദനവും തൊട്ട് അഭിമാനത്തോടുകൂടി ഹൈന്ദവ ജനതയുടെ ഭാഗമാണ് NSS എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ച അവരുടെ ആ പ്രവർത്തന ശൈലിയിലുണ്ടായ മാറ്റം അപസ്വരങ്ങളൊന്നുമില്ലാതെ NSSലെ പ്രതിനിധികൾ സ്വീകരിച്ച ഒരു അനുഭവമായിരുന്നു
നമുക്ക് കാണാനും കേൾക്കാനും വായിക്കാനും എല്ലാം സാധിച്ചത്. ആ പ്രതിനിധി സമ്മേളനവും ഇതിനു മുമ്പ് നടന്ന സമ്മേളനവും എല്ലാം അതിന് മകുടോദാഹരണമായിരുന്നു. ഇപ്പം രണ്ട് ഹൈന്ദവ സംഘടനകൾ അതിഗംഭീരമായി ചൈതന്യവത്താകുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ മുസ്ലിങ്ങൾക്കും പ്രത്യക്ഷമായിട്ട് അവർ പ്രതികരിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ലെവല് വരെയും പത്രസമ്മേളനങ്ങളിലൂടെ രണ്ട് സംഘടനയെയും വെല്ലുവിളിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ മുസ്ലിങ്ങൾ ഇറക്കുന്ന തരത്തിലേക്ക് എത്തി. ക്രിസ്ത്യാനികൾ എന്നും അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് അണ്ടർഗ്രൗണ്ട് വഴിക്കാം. അവർ പുറത്തൊന്നും ചെയ്യില്ല, അകത്ത് അവർ ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരിക്കുകയുമില്ല. അങ്ങനെ ക്രിസ്ത്യാനികൾ ഈ രണ്ട് സംഘടനകളും ഒരുമിച്ച് വരുന്നതിനെതിരെ ചെയ്യേണ്ടതെല്ലാം അവരുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലൂടെയോ അവരുടെ മതത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള വ്യക്തികളിലൂടെയോ ചെയ്യിക്കേണ്ടതെല്ലാം ചെയ്ത് ഇതിനെ ഒന്ന് അകറ്റുക എന്നുള്ളത് ഒരു യജ്ഞമായിട്ട് എടുക്കുകയുണ്ടായിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശനും പറയേണ്ടായിട്ടുണ്ട്, ജി സുകുമാരൻ നായരും പറയേണ്ടായിട്ടുണ്ട്. സാധിക്കാവുന്നിടത്തോളം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന നേതാക്കന്മാര് ഹൈന്ദവ ഐക്യം ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തില് കാര്യങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് നേരിട്ടറിയാൻ സാധിക്കുന്നുണ്ട്. വേദനാജനകമാണ് എന്ന് രണ്ട് സംഘടനയിൽപ്പെട്ടവരും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാല് NSSന്റെ ചൈതന്യവത്തായ നേതൃത്വം, NSSന്റെ പ്രതിനിധികളുടെ ഏകരൂപത്തിലുള്ള അഭിപ്രായം, അസാധാരണമാം വിധത്തിൽ NSSൽ വീണ്ടും കെട്ടുറപ്പുണ്ടായ ആ ദൃശ്യം എല്ലാവരും അച്ചടക്കത്തോടുകൂടി പ്രതിനിധി സമ്മേളനത്തിന് പങ്കെടുത്ത് വേണ്ടതായിട്ട് സംഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നടത്തിയ ഊർജ്ജസ്വലമായ കാര്യം, അതിനേക്കാൾ എല്ലാം ഉപരി നമ്പൂതിരിമാരെയും ബ്രാഹ്മണരെയും പരിധിക്കപ്പുറം ആശ്രയിക്കാതെ NSSൻ്റെതായ ക്ഷേത്രങ്ങളിൽ നായർ പൂജാരിമാരെ മന്ത്രവും തന്ത്രവും പഠിപ്പിച്ച് അവരെ അപ്പോയിൻ്റ് ചെയ്യാനുള്ള ജി സുകുമാരൻ നായരുടെ ധീരമായ കാൽവെപ്പ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉജ്ജ്വലമായിട്ട് എല്ലാ NSS കരയോഗങ്ങളിലും ഹിന്ദു ധർമ്മം അടിസ്ഥാനപരമായിട്ടാണെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി നടത്തിയ പ്രഖ്യാപനങ്ങളും പരിപാടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട നായർ സമുദായത്തിലെ ജനങ്ങളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനത്തിന് വളരെ ഏറെ അത് സഹായിച്ചു എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. അതുകൊണ്ട് ഹൈന്ദവ ജനസമുദായത്തിലെ രണ്ട് ഏറ്റവും വലിയ ഉപസംഘടനകളായ ഈഴവ സമുദായവും നായർ സമുദായവും അഗാധമായി സനാതനധർമ്മ ഹൈന്ദവ ആത്മീയത ഉൾക്കൊണ്ട് സംഘടന ശക്തിപ്പെടുത്തുന്ന ആ കാഴ്ച കണ്ട് സന്തോഷിക്കാത്തവരാരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത്രയും അധികം സന്തോഷമാണ് എല്ലാവർക്കും തോന്നിയത്. പക്ഷേ ഒരു വേദനാജനകമായ അനുഭവം ഉണ്ടായത് NSSന് വ്യക്തമായിട്ടറിയാം എത്ര നായർ സമുദായ അംഗങ്ങളെയാണ് ക്രൈസ്തവ ജനത മതം മാറ്റി ക്രിസ്ത്യാനികളാക്കിയിരിക്കുന്നത് എന്നുള്ളത്. ക്രിസ്ത്യാനികളുടെ എല്ലാവിധത്തിലുള്ള കളികളും തട്ടിപ്പും രാഷ്ട്രീയമായിട്ടുള്ള ചൂതുകളിയും അറിയാമായിരുന്ന ജി സുകുമാരൻ നായർ നാരായണ പണിക്കരെ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ പാവ കളിപ്പിച്ചത് എന്ന്
വ്യക്തമായിട്ട് അറിയുകയും ഒരു നായരുടെ വീട്ടിൽ പോയാൽ കൂടി വന്നാൽ എനിക്ക് 100 രൂപ തരും, ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയാൽ അതിൻ്റെ 100 ഇരട്ടി എനിക്ക് തരുമെന്ന് നാരായണ പണിക്കരെ കൊണ്ട് പറയിപ്പിച്ച ക്രിസ്ത്യാനികൾ എങ്ങനെയാണോ നായർ സമുദായത്തെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തത് എന്ന് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്ന പരിപാടി ആവിഷ്കരിക്കുമ്പോൾ തന്നെ വ്യക്തമാണ്. ആ ക്രിസ്ത്യാനിയിൽ ഒരു നേതാവിനെ തന്നെ NSSന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു എന്നുള്ളത് മതേതരത്വത്തിൻ്റെ വീക്ഷണം വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ആവശ്യമില്ലാത്ത ഒന്നായിരുന്നു എന്ന് തോന്നുന്നു. എത്രയോ പ്രഗത്ഭരായ വ്യക്തികളെ കൊണ്ടുവരാമായിരുന്നു. ക്രിസ്ത്യാനികളായ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെയും കൊണ്ടുവരാമായിരുന്നു. പക്ഷെ മതപരിവർത്തനം നടത്തുന്ന മതത്തിൻ്റെ പ്രതിനിധിയെ കൊണ്ടുവന്നത് അദ്ദേഹം സർവശ്രേഷ്ഠനൊന്നുമല്ല. പുറമേ എല്ലാം ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ പോലെ തന്നെ അവനവൻ്റെ മതത്തിനും മതത്തിൻ്റെ ആൾക്കാർക്കും വേണ്ടി പ്രവർത്തിക്കുകയും ആ ക്രിസ്ത്യാനികൾ വിവിധ കേരള കോൺഗ്രസ് സംഘടനകളായിട്ടിരിക്കുമ്പോൾ അവരെ എല്ലാം അരമനകളിൽ വിളിച്ച് ഒറ്റയ്ക്ക് ഒരുമിച്ച് കൊണ്ടുവന്ന് ക്രിസ്ത്യാനിയുടെ കാര്യങ്ങൾ നോക്കാൻ കോൺഗ്രസുമായി ബാർഗെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയവർ തന്നെയാണ് ഈ നായരീഴവ ഐക്യത്തിനെ ഒരു തരത്തിലും അനുയോജിക്കാത്ത വിധത്തിൽ എതിർത്തിരുന്നവരെ കൊണ്ട് തന്നെ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് ഒരു വിരോധാഭാസമായി തോന്നുന്നു. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ ഈഴവ സമുദായത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള പരിപാടിയിൽ ഹൈന്ദവ ഐക്യത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ അടിവരയിട്ട് പറയുകയുണ്ടായി. നമ്പൂതിരി മുതൽക്ക് നായാടി വരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഹൈന്ദവ ജനതയുടെ ശക്തി തെളിയിക്കുക എന്നുള്ളതാണ് ഈ ജന്മലക്ഷ്യം എന്ന് വരെ പറയേണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ NSSലെ ജനറൽ സെക്രട്ടറിയെ ഏതാനും വരികൾ കൊണ്ടാണെങ്കിൽ പോലും ശക്തമായ മുറിവുകൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു വിമർശനമാണ് പൊതുവേദിയിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. ഇന്ന് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ റെക്കോർഡ് ചെയ്യാനിരിക്കുന്നത് വരെ ഇന്നത്തെ പത്രം വന്നിട്ടില്ല. ഇന്ന് ഫെബ്രുവരി മാസം 3-ാം തീയതി. ഇന്നത്തെ പത്രം വന്നിട്ടില്ല. ആ പത്രത്തിൽ എന്തെങ്കിലും മറുപടിയായിട്ട് G. സുകുമാരൻ നായർ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൊടുത്തിട്ടില്ലെങ്കിൽ NSS ജനുവരി 31-ന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വരികൾക്ക് മറുപടിയായിട്ടൊന്നും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഇന്ന് വരെയുള്ള അവസ്ഥയിൽ എരിതിയിൽ അവരെണ്ണ ഒഴിച്ചിട്ടില്ല. ഈ വെള്ളാപ്പള്ളി നടേശന് എന്ത് വേണമെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം ശക്തനാണ്. സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിൽ ലോകത്തിലെ എല്ലാവർക്കും മാതൃകയായ വ്യക്തിയാണ്. നമ്പൂതിരി മുതൽ നായാടി വരെ ഒറ്റ കൊടിക്കീഴിൽ കൊണ്ടുവരാൻ പ്രതിജ്ഞയെടുത്ത വ്യക്തിയാണ്. അത് അദ്ദേഹത്തിന് പ്രാവർത്തികമാക്കാൻ സാധിച്ച വ്യക്തിയാണ്. മലബാറിലെ ഈഴവ സംഗമത്തിൽ അത്രയും അധികം ജനങ്ങൾ പങ്കെടുത്തത് കണ്ട് കേട്ട് അനുഭവിച്ച് പൊട്ടിക്കരഞ്ഞ വ്യക്തിയാണ് സന്തോഷം കൊണ്ട്. അങ്ങനെ കേരളത്തെ മാറ്റിമറിക്കാൻ, ഇളക്കി മറിക്കാൻ നാരായണ ഗുരുദേവന്റെ ആത്മീയ സന്ദേശം, ഗുരുദേവന്റെ ചിത്രം ഇടതുവശത്തും വെള്ളാപ്പള്ളി നടേശന്റെ ചിത്രം വലതുവശത്തും വെച്ച് കൃഷ്ണനും അതുപോലെ അർജുനനും എന്ന രീതിയിൽ എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്തോ ധനുദ്വര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മതിർമമ എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്ന വരിയുണ്ട്. കൃഷ്ണനും അർജുനനും ഒരുമിച്ച് എവിടെ ചേരുന്നോ അവിടെ സർവ്വതും തികയുമെന്ന് പറയുന്നത് പോലെ ആയിരുന്നു ആണ് ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകം ജയിക്കുക മഹാദേവ ദീനാവന പരായണ എന്ന് പറഞ്ഞ മഹാദേവനെ തന്നെ ഭാരതീയ പൈതൃകത്തിൻ്റെ ആത്മീയ ചൈതന്യത്തെക്കുറിച്ച് കീർത്തനങ്ങളും
ആത്മോപദേശ ശതകവും ദർശനമാലയും എഴുതിയ വൈദിക ഗ്രന്ഥങ്ങൾക്ക് പോലും വ്യാഖ്യാനം എഴുതിയ നാരായണ ഗുരുദേവന്റെ ആത്മീയ ചൈതന്യവും, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ഭൗതികമായിട്ടുള്ള നേതൃത്വവും, അത് തുഷാർ വെള്ളാപ്പള്ളിയിലൂടെ കൂടുതൽ ചൈതന്യവത്താകുന്ന വേളയിൽ ഒരു പക്ഷേ ഈ പൊതുവേദിയിൽ മറ്റുള്ളവരെല്ലാം ഹൈന്ദവ ഐക്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വേളയിൽ ഈ പൊതുവായിട്ട് ഈ പറഞ്ഞ കുറച്ച് വരികൾ പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. മാത്രമല്ല നമ്മുടെ SNDPയിലും NSSലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവരുണ്ട്, എല്ലാ വിഭാഗം ചിന്താധാരകളിലും പെട്ടവരുണ്ട്. അതിൽ നല്ലൊരു വിഭാഗം ഹിന്ദു ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഹൈന്ദവ ജനത ഒരുമിച്ച് നിൽക്കണമെന്ന് പ്രവർത്തിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ഹിന്ദു ഐക്യവേദിയുടെയും നമ്മുടെ ആശ്രമങ്ങളുടെയും നമ്മുടെ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം മുമ്പിൽ നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഈ രണ്ട് സംഘടനകളിലും സ്വരച്ചേർച്ച ഇല്ലാതെയാവാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്രകാരം ഒരു പ്രസ്താവന വരുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. മാത്രമല്ല, ഒരിക്കൽ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ 10-50ഓളം മലയാളം ചാനലുകൾ അത് തന്നെയായിരിക്കും വീണ്ടും വീണ്ടും കാണിക്കുക. പീതാംബരക്കുറുപ്പ് മാഷയും ശ്വേതാ മേനോനെയും തമ്മിൽ കാണിച്ച ആ കാഴ്ച തന്നെയായിരിക്കും വെള്ളാപ്പള്ളിയെയും G. സുകുമാരൻ നായരെയും തമ്മിൽ കാണിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ സാറിന് മറന്നുപോയോ എന്ന് എനിക്കൊരു ദുഃഖം. അത് മാത്രമല്ല, ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, LK അദ്വാനിയെ മാറ്റി, അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരെ മാറ്റി മോഡിയെ പ്രതിഷ്ഠിച്ചപ്പോൾ അതൊരു രാഷ്ട്രീയ കാര്യമാണ്, എൻ്റെ പരിധിയിൽപ്പെടുന്നതല്ല. അന്ന് LK അദ്വാനി ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരി മുഖവും വെച്ചുകൊണ്ട് നടന്നപ്പോൾ RSSന്റെ പരമാധികാരിയാണ് LK അദ്വാനിയെയും ഉമാഭാരതിയെയും മറ്റുള്ളവരെയും എല്ലാം സമാധാനിപ്പിക്കാൻ വേണ്ടി പോയത്. അതുകൊണ്ട് കുറച്ചെങ്കിലും ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്ന BJPക്കകത്ത് ഒരു വിള്ളലും പൊട്ടലും ഇല്ലാതെയാക്കാൻ അന്ന് സാധിച്ചു. അന്ന് RSSന്റെ സർസംഘചാലകന് സാധിച്ചു. അതുപോലെ ഈ കേരളത്തില് NSSനെയും SNDPയെയും അകത്ത് വിള്ളലും പൊട്ടലും ചീറ്റലും വിമർശനങ്ങളും ഇല്ലാതെയാക്കാൻ ഇവിടുത്തെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ഇവിടുത്തെ ഹിന്ദു ഐക്യവേദിയുടെയും ഇവിടുത്തെ ഹിന്ദു പാർലമെന്റിൻ്റെയും ഇവിടുത്തെ RSSകാരുടെയും മുതിർന്ന നേതാക്കന്മാർക്ക് ഇതെന്തെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നില്ലേ? എല്ലാം സംഭവിച്ച് പൊട്ടിക്കഴിഞ്ഞ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി കഴിഞ്ഞ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പരസ്പരം കൈയടിച്ച് തങ്ങൾ എന്താണോ ലക്ഷ്യമിട്ടിരുന്നത് അത് നടന്നു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ ഹിന്ദു സംഘടനകളുടെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന 10-85 വയസ്സ് പ്രായമുള്ളവരില്ലേ? എത്ര ഗംഭീരമായിട്ട് അവർക്ക് ഇവരെ ഒരുമിച്ച് ചേർക്കാനുള്ള ഒരു സിമന്റ് ആകാമായിരുന്നു. അവരും ഹർത്താലും ബന്ധും എല്ലാം ഡിക്ലെയർ ചെയ്യുന്നതിലും ഉപവാസം അനുഷ്ഠിക്കുന്നതിലും പ്രസ്താവന ഇറക്കുന്നതിലും മാത്രമാകുമ്പോൾ എങ്ങനെയാണോ കേരള കോൺഗ്രസിലെ വിവിധ വിഭാഗങ്ങളെ അരമനയിലേക്ക് വിളിച്ച് ബിഷപ്പുമാരെ ഒരുമിച്ചാക്കുന്നത്, ക്രിസ്ത്യൻ വോട്ട് സ്പ്ലിറ്റ് ആകാതെ ഇരിക്കാൻ വേണ്ടി എങ്ങനെയാണോ ക്രിസ്ത്യൻ നേതാക്കന്മാര് പ്രവർത്തിക്കുന്നത്, അതുപോലെ പ്രവർത്തിച്ചു കൂടാ ഹിന്ദു നേതാക്കന്മാർക്കും എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോ ശരിക്ക് അർഹതപ്പെട്ട പലതും 4 ചുമരുകൾക്കകത്ത് ഇരുത്തി അവരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവസരം കിട്ടുമ്പോഴൊന്നും ഉപയോഗിക്കാതെ
മൈക്കിൻ്റെ മുമ്പിൽ ചെന്ന് ഹിന്ദുക്കൾ അനുഭവിക്കുന്ന വേദനകൾ ഘോരഘോരം പ്രസംഗിച്ച് മുമ്പിലിരിക്കുന്നവരുടെ മനസ്സുപോലും തളർത്തുന്ന, മുമ്പിലിരിക്കുന്നവരെ ഡെസ്പറേറ്റ് ആക്കുന്ന, മുമ്പിലിരിക്കുന്നവരെ വേദന കൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല എന്ന തരത്തിൽ പ്രസംഗിപ്പിച്ച് സ്വാമിയെ ശരണമയ്യപ്പ എന്നും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന നേതാക്കന്മാർക്ക് ഈ വിള്ളലുണ്ടാകാത്ത വിധത്തിൽ 1-2 സ്ഥലത്തേക്കും ചെന്ന് അവരിൽ ഒരേ ശബ്ദതരംഗമുള്ളവരെ ഒരുമിച്ചിരുത്തിയിട്ട് ഏത് വിഴുപ്പലക്കലും പുറത്ത് വെച്ച് ചെയ്യരുത് എന്നൊന്ന് ഓർമ്മിപ്പിക്കാനും, എന്തുണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ചിരുന്ന് വേദമന്ത്രങ്ങൾ പറയുന്നത് പോലെ സഹന അവവതു സഹനോ ഭുനക്തു എന്ന് പറഞ്ഞ് നന്മ നിറഞ്ഞ രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും പറയാൻ ഇവർക്ക് സാധിക്കില്ലേ? ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, തെക്കൻ ഭാരതത്തിൽ, സൗത്ത് ഇന്ത്യയിൽ BJP യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ വന്നപ്പോൾ ആ BJP 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് യെദ്യൂരപ്പ പുറത്തുപോയി. ഇപ്പം വീണ്ടും തിരിച്ചു വരുന്നതിന് മുമ്പ് BJP എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, നമുക്കതിൽ യാതൊരു താല്പര്യവും ഇല്ല. ഒന്ന് മാത്രം, ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് സ്വയം പറയുകയും ഏറ്റവും കുറഞ്ഞത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെക്കാളും അല്പമെങ്കിലും വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്നു ഹിന്ദുക്കൾക്ക് വേണ്ടി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് BJPയെ കുറിച്ച് എടുത്തത്. അല്ലാതെ ആ രാഷ്ട്രീയ പാർട്ടിയോട് ഒരു പ്രത്യേകതയും ഉണ്ടായിട്ടല്ല. ഈ നേതാക്കന്മാർ എങ്ങനെയാണോ LK അദ്വാനിയെ പോലെയും അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയുള്ളവരെ ഒന്ന് ഒതുക്കിയിട്ട് ഊർജ്ജസ്വലമായ വ്യക്തികളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പാർട്ടി സ്പ്ലിറ്റ് ആവാതെ നോക്കിയത്, അതേപോലെ ഈ നേതാക്കന്മാർക്ക് അതൊന്നും ചെയ്തുകൂടായിരുന്നോ? അതിന് വലിയ ജാഥയൊന്നും വേണ്ടല്ലോ, അതിന് മുദ്രാവാക്യം വേണ്ടല്ലോ, അതിന് കോടിക്കണക്കിന് രൂപ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ശ്രമിക്കുകയെങ്കിലും ചെയ്തുകൂടെ 4 ചുമരുകൾക്കകത്തിരുന്നു കൊണ്ട്? അത് വെള്ളാപ്പള്ളി നടേശൻ സാറ് ഇന്ന് തുറന്ന മനസ്സുള്ളൊരു മനുഷ്യനാണ്. കുറേയൊക്കെ G. സുകുമാരൻ നായർ പറയുന്നത് കേൾക്കുന്ന മനുഷ്യനാണ്. അവരെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുവന്ന്, സാധാരണഗതിയിൽ 2 വലിയ സംഘടനകളിലെ നേതാക്കന്മാർ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. കോൺഗ്രസിലുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്, BJPയിലുണ്ട്, സംഘടനകളിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. പക്ഷെ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സ്പ്ലിറ്റായാലും അവർ തകർന്നാലും ഒന്നും ഹിന്ദു ധർമ്മത്തിന് ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. പക്ഷേ ഒരുമിച്ച് വന്ന് കൈകോർത്ത് പിടിച്ച് 3 ഇഡ്ഡലി ഒരുമിച്ച് കഴിക്കുന്ന ആ ചിത്രം, ആ വീഡിയോ ഒത്തിരി TV-കളിൽ വന്നതാ, പല TV-കളിൽ വന്നതാ. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒരുമിച്ചിരുന്ന് ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ആ ചിത്രത്തെ അന്വർത്ഥമാക്കാൻ NSSന്റെ പ്രതിനിധി സമ്മേളനത്തിൽ ഈ മതപരിവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കർദിനാളിനെ വിളിക്കുന്നതിന് പകരം വേറെ ആരെങ്കിലും വലിയവരെ വിളിച്ചിട്ട് ഒരു ഈഴവ പ്രതിനിധിയെ വിളിക്കുക, പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയെ ആശംസ പറയാൻ. അതുപോലെ തിരിച്ചും ചെയ്യാമായിരുന്നു. ഒരുപക്ഷെ NSSന്റെ പ്രതിനിധി സമ്മേളനമാണ് ആദ്യം നടന്നത്. അവരത് ചെയ്തിരുന്നു എങ്കിൽ ഒരു സംശയവും ഇല്ല, വെള്ളാപ്പള്ളി നടേശൻ ഇപ്പുറത്തും അത് ചെയ്യുമായിരുന്നു. അത് ചെയ്യിക്കാൻ കഴിവുള്ളവർ 2 സംഘടനയുടെ മഹത്തുണ്ടായിരുന്നു. അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഈ ഹിന്ദു ഐക്യവേദിക്കാർക്കും അല്ലെങ്കിൽ RSSകാർക്കും അല്ലെങ്കിൽ O. രാജഗോപാലിനെ പോലെയുള്ളവർക്കും ഒന്ന് ശ്രമിക്കാൻ മുമ്പോട്ട് വന്നിരുന്നു എങ്കിൽ, ശ്രമിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നിരുന്നു എങ്കിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വേദനാജനകമായ വരികൾ ഇനി ഭാവിയിൽ NSSന്റെ നേതാക്കന്മാർ പറയാൻ സാധ്യതയുള്ള വേദനാജനകമായിട്ടുള്ള വരികൾ, ഇത് രണ്ടും കേട്ട് കൈകൊട്ടി ആഹ്ലാദിക്കാൻ സാധിക്കുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതെല്ലാത്തിനും നെഗറ്റീവുകൾക്കൊരു പരിഹാരമാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്നൊരു ഇംഗ്ലീഷ് വരിയുണ്ട്. തുന്നേണ്ട സമയത്ത് തുന്നിയാൽ 9 ഇരട്ടി വർക്ക് ചെയ്യുന്നത് ഒഴിവാക്കാമായിരുന്നു. അത് 2 പേരും ചെയ്തില്ല. മാത്രമല്ല, ഹിന്ദുവിൻ്റെ ഐക്യത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ഭയങ്കരമായി പ്രഭാഷണം നടത്തുന്ന വ്യക്തികൾക്ക് ഒരു ശ്രമമെങ്കിലും നടത്താമായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഈ
ഭാരതീയ പൈതൃകത്തിൻ്റെ കൃഷ്ണനെയോ ഭഗവത്ഗീതയെയോ നാരായണ ഗുരുദേവനെയോ സ്വീകരിക്കാത്ത ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും കുരിശും കാബയും എന്തിനാ നാരായണ ഗുരുദേവന്റെ ക്ഷേത്രങ്ങളിൽ വെക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞ് 2 കൈയും നീട്ടി അദ്ദേഹം എന്നെ സ്വീകരിച്ച് ഗുരുദേവ ക്ഷേത്രങ്ങളിൽ നിന്ന് കുരിശും കാബയും മാറ്റിയ ഏറ്റവും ചൈതന്യവത്തായിട്ടുള്ള നേതാവിന് ഗോപാലകൃഷ്ണനെ പോലെയുള്ള ഒരു ചെറിയ വ്യക്തി പറഞ്ഞത് സ്വീകരിക്കാൻ ഒരു മടിയുണ്ടായിരുന്നില്ല. ജി സുകുമാരൻ നായരുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് നായർ വിഭാഗത്തിൽ നിന്നുള്ള തന്ത്രിമാരെയും പൂജാരിമാരെയും ഉണ്ടാക്കിയത് ഏറ്റവും നല്ലതാണെന്നും അതിനാവശ്യമായിട്ടുള്ളതെല്ലാം ഗോപാലകൃഷ്ണൻ എന്നൊരു വ്യക്തി കഴുത്തിൽ പൂണൂലിട്ട് 40 വർഷം വേദം പഠിക്കാനും 13 വർഷം അമ്പലത്തിലെ പൂജാരിയുമായിരുന്ന ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ 2 കയ്യും നീട്ടി എന്നെപ്പോലെ ചെറിയ ജീരകത്തെ പോലെയുള്ള ഒരു മനുഷ്യൻ പറഞ്ഞത് കേൾക്കാനും സന്മനസ്സുള്ള ജി സുകുമാരൻ നായരെയും അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ സാറിനെയും ഈ ഹിന്ദുക്കളുടെ നേതൃത്വത്തിനും ഐക്യത്തിനും നന്മയ്ക്കും ഒത്തൊരുമിച്ചിട്ടുള്ള പ്രവർത്തനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന മഹാനേതാക്കന്മാര് ആറന്മുള വിമാനത്താവളത്തിനെതിരെ ഹിന്ദുക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ളവര് ഈ 2 വ്യക്തികളെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നേരത്തെ നടത്തിയിരുന്നു എങ്കിൽ ഈ ഇടിവട്ടേറ്റ് വിള്ളല് വീടുകളിൽ ഉണ്ടാകുന്നത് മാറി ഒരു വിള്ളല് ഉണ്ടാക്കുന്നത് ഒഴിവാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇനിയെങ്കിലും അവരത് ചെയ്യട്ടെ, ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.